5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പാകിസ്ഥാൻ എന്തിനാണ് ഈ പടപ്പുറപ്പാട് നടത്തുന്നത്? കാശ്മീരിനെ കയ്യിൽ കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയൊന്നുമല്ല. കാരണം നരേന്ദ്രമോദിയെ പോലുള്ള ഒരു ആൾ രാജ്യം ഭരിക്കുമ്പോൾ, അതുപോലെ തന്നെ ലോകത്ത് നരേന്ദ്രമോദിക്കും ഇന്ത്യ ഗവൺമെന്റിനും കിട്ടുന്ന സാധ്യതകളും അംഗീകാരവും ഒക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും കാശ്മീരിനെ ഇപ്പോൾ അടിച്ചു പിടിച്ചു കളയാമെന്നുള്ള ഒരു ധാരണയൊന്നും പാകിസ്ഥാനില്ല. പിന്നെ എന്തിനാണ് അവർ ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത്? ആഭ്യന്തരമായും വൈദേശികമായും പാകിസ്ഥാൻ ഒറ്റപ്പെടലിലാണ്. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ. പട്ടിണിയും ദാരിദ്ര്യവും ക്ഷാമവും സാമ്പത്തിക പ്രതിസന്ധിയും കൊണ്ട് വല്ലാതെ നട്ടം തിരിയുകയാണ്. അതുപോലെ തന്നെ ബലൂചിസ്ഥാന്റെ പ്രശ്നങ്ങൾ പാകിസ്ഥാന് വലിയ തലവേദനയാണ്. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സാർവദേശീയമായി ഇന്ത്യ സൗദി അറേബ്യയുമായി സഹകരിക്കുകയും പുതിയ കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പാകിസ്ഥാനൊരു ചിന്ത, എങ്ങനെയാണ് ഈ ആഗോളതലത്തിന്റെ ഒരു അറ്റൻഷൻ നമുക്ക് പിടിക്കുക? എന്തിനാണ് ഈ ആഗോളതല അറ്റൻഷൻ പിടിക്കുന്നത്? 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങളെ ഇതാ ഇന്ത്യ ആക്രമിക്കുന്നു, ഇന്ത്യ യുദ്ധത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട് ഇന്ത്യയാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞ് ആഗോളാടിസ്ഥാനത്തിലും ഐക്യരാഷ്ട്രസഭയിലും ഒരു സിമ്പതിയൊക്കെ പിടിച്ചു പറ്റാൻ പറ്റുമോ? 1. 2, വിദേശ രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് സാമ്പത്തികമായ നേട്ടം. യുദ്ധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് പാവപ്പെട്ട ആളുകളെല്ലാം മരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ മരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സാമ്പത്തികമായി കുറെ നേട്ടം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുമോ? ഇങ്ങനെയുള്ള കുൽസിത മാർഗങ്ങൾ ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തത്. അതുപോലെ തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, നേരത്തെ ഒബാമയും ബിൽ ക്ലിന്റനും ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഞങ്ങൾ പാവങ്ങളാണേ, ഞങ്ങൾ പാവം, ഞങ്ങളൊന്നും ചെയ്യുന്നവരല്ലേ, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് കാശ്മീർ, അവിടുത്തെ തീവ്രവാദികളാണേ ബഹളം ഉണ്ടാക്കുന്നത്, ആ തീവ്രവാദികൾ കാശ്മീരിൽ പോയി കുറച്ച് തീവ്രവാദികൾ ബഹളം ഉണ്ടാക്കിയതിന് ഞങ്ങളുടെ രാജ്യത്തെ കയറി അടിച്ചിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ലോകത്തിന്റെ ശ്രദ്ധ പിടിക്കുക എന്നൊരു ലക്ഷ്യവും പാകിസ്ഥാനുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് രാജ്യത്തുള്ളപ്പോൾ ഇവിടെ കലാപകലുഷിതമാണെന്നും ഇനി അമേരിക്കയൊന്നും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റോ കരാറുകളോ ഈ രാജ്യത്ത് കൊടുക്കരുത് എന്നുള്ള ഒരു ദുഷിച്ച ചിന്തയും പാകിസ്ഥാന്റെ കൈവശമുണ്ട്. അപ്പോൾ ഇത് പാകിസ്ഥാൻ വളരെ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് അവിടുത്തെ കരസേനാ മേധാവിയെ കൊണ്ട്, പാകിസ്ഥാൻ പ്രസിഡന്റ് കൂടി ഇരിക്കുന്ന വേദിയിലാണ് അവിടുത്തെ മേധാവി, കരസേനയുടെ മേധാവി പ്രസംഗിച്ചത്. ഇന്ത്യയെക്കുറിച്ചും കാശ്മീർ അവരുടെ രാജ്യത്തിന്റെ കഴുത്തിലെ ഞരമ്പാണെന്നും പ്രശ്നമാണെന്നും ഒക്കെ പറഞ്ഞ് ഇന്ത്യയെക്കുറിച്ച് മതമൊക്കെ കുത്തിവെച്ചത് പാകിസ്ഥാൻ ഓവർസീസ് സമ്മേളനത്തിൽ ഇങ്ങനെയൊക്കെ കുത്തിവെക്കുമ്പോൾ പാകിസ്ഥാന്റെ പ്രസിഡന്റും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും എല്ലാവരും വേദിയിലും സദസ്സിലുമായിട്ടുള്ള സ്ഥലത്താണ് മേധാവി ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ വളരെ പ്ലാൻ ചെയ്ത് നീങ്ങുന്നതാണ്. പക്ഷെ ഇപ്പൊ തന്നെ വെള്ളം കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവർ യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത്. അവർ കാര്യങ്ങൾ കരുതി വെച്ചിരുന്ന പോലെ, യുദ്ധം സ്വപ്നം കണ്ടിരുന്ന പോലെ യുദ്ധം 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 എന്ന വാക്കിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും കാശ്മീരോടുള്ള സ്നേഹം കൊണ്ടോ കാശ്മീർ കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടോ ഒന്നും അല്ല. ഇപ്പോൾ ഒരു സാർവദേശീയമായ യുദ്ധം ഉണ്ടാക്കിയാൽ ചൈന, ഇന്ത്യ യുദ്ധമുണ്ടാക്കിയാൽ ഇപ്പോൾ ചൈനയുമായി നല്ല ബന്ധത്തിലല്ല. ആ ബന്ധം നമുക്ക് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ കഴിയുമോ? കാര്യം ചൈന ഇപ്പൊ ഇന്ത്യക്ക് അനുകൂലമായി സംസാരിച്ചിരിക്കുകയാണ്, തീവ്രവാദത്തെ എതിർത്തുകൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായി സംസാരിച്ചിരിക്കുകയാണ്. അതിനെ മാറ്റി വീണ്ടും ചൈനയ്ക്ക് അനുകൂലമായി സംസാരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇപ്പൊ ഇന്നലെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അമേരിക്ക 3 പതിറ്റാണ്ടുകളായി 30 വർഷമായി അവരെ കൊണ്ട് ഈ ഭീകരവാദവും തീവ്രവാദവും നടത്തുന്നതിന് അവർക്ക് പണം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ വേവലാതിപ്പെടുന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയതിന്റെ ഒരു ലക്ഷണം ഒരുതരം ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. ആഭ്യന്തരമായ ഒരു കലാപം ഉണ്ടാക്കുക, ആഭ്യന്തരമായി ഉണ്ടാക്കുന്ന കലാപത്തിലൂടെ ജനങ്ങളെ എന്തെങ്കിലും തരത്തിൽ ജനങ്ങൾ സർക്കാരിനെതിരെ മറ്റോ ആവുകയാണെങ്കിൽ അത് ഇന്ത്യയുമായ ഒരു യുദ്ധവുമായിട്ടൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? സാർവദേശീയ രാജ്യങ്ങളിലെ ലോകരാജ്യങ്ങളുടെ ഒരു ശ്രദ്ധ പിടിക്കാം, ലോകരാജ്യങ്ങളുടെ സമ്പത്ത് അങ്ങോട്ട് കൊണ്ടുപോകാം. അതുകൊണ്ടാണ് ഞങ്ങളുടെ കയ്യിൽ ആണവായുധം കൊണ്ട് ഞങ്ങൾ ഇപ്പൊ കൊന്നുകളയും, പേടിപ്പിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നത്. അവരുടെ കയ്യിൽ അവർ നശിച്ച് പാപ്പരായി നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, പാപ്പരായി നിൽക്കുന്ന സമയത്തും ഇതുപോലത്തെ പ്രഖ്യാപനങ്ങളും ജൽപ്പനങ്ങളും നടത്തും. പാകിസ്ഥാൻ സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും സാർവദേശീയമായിട്ടും ഒക്കെ വളരെ പാപ്പരത്വത്തിലാണ്. ആ പാപ്പരത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു യുദ്ധമെങ്കിൽ യുദ്ധം, അതിലൂടെ മുസ്ലിങ്ങളുടെ ഇടയിൽ കിട്ടാവുന്ന ഒരു സിമ്പതി, ലോകരാഷ്ട്രങ്ങളിൽ നേടിയെടുക്കാൻ കഴിയുന്ന പണം, അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിലും മറ്റ് വേദികളിലും IMF-ലും വേൾഡ് ബാങ്കിലും ഒക്കെ മറ്റ് വേദികളിൽ നിന്ന് കിട്ടുന്ന സിമ്പതി, ഇത്തരത്തിലുള്ള ബഹുമുഖമായ സൈനികമായ രാഷ്ട്രപരമായ രാഷ്ട്രീയമായ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ ഇതിനകത്തേക്ക് വന്നത്. നിർഭാഗ്യവശാൽ അവർക്കത് വെളുക്കാൻ ലഭിച്ചത് പാണ്ടായി എന്ന് തന്നെ പറയാം. കാരണം ഭാരതത്തിൽ വന്നിട്ട്
സൈന്യമായി ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ അത് മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ, തീവ്രവാദികളും സൈന്യവുമായി ഏറ്റുമുട്ടിയിരുന്നെങ്കിലും മറ്റൊരു തരത്തിലേക്ക് പോകുമായിരുന്നു. മാത്രമല്ല, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ നോക്കാതെ എല്ലാവരെയും കൊന്നിരുന്നെങ്കിലും, കൊല്ലുന്നതിൽ അങ്ങനെ ഒരു വകതിരിവില്ലാതിരുന്നെങ്കിലും വേറൊരു തലത്തിലേക്ക് മാറുമായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഹിന്ദുവിനെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വക്രബുദ്ധികൾ കൊണ്ടുവന്നു. പക്ഷെ അതിപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ്, ബൂമാറാങ്ങായിരിക്കുകയാണ്. കാരണം ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ മുസ്ലിം സമൂഹം ഒന്നടങ്കം ഭാരത് മാതാ കി ജയും വന്ദേ മാതരവും ഭാരതത്തിന് ഐക്യവും പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞു. അങ്ങനെ തിരിഞ്ഞപ്പോൾ പാകിസ്ഥാന് വീണ്ടും തലവേദന തന്നെയാണ്. മാത്രമല്ല, സിന്ധു നദീജല കരാർ ഭാരതം മരവിപ്പിച്ചപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന നിലയിലേക്ക് പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ചിന്തകൾ എന്തിനാണോ അവർ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ തന്നെയായിരിക്കാം ഒരുപക്ഷെ അവരുടെ ആഗ്രഹം. ഇങ്ങനെയൊക്കെയായി ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോയാൽ ആ യുദ്ധത്തിലൂടെ രാജ്യത്തുണ്ടായി വരുന്ന കലാപത്തിന്, ആഭ്യന്തരമായി ഉണ്ടായി വരുന്ന കലാപത്തിനെയും ക്ഷാമത്തെയും ബുദ്ധിമുട്ടുകളെയൊക്കെ അതിനെയെല്ലാം ഒന്ന് മറച്ചു വെക്കാൻ കഴിയും. സാർവദേശീയമായ ഒരു അറ്റൻഷൻ പിടിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു ബഹുമുഖമായ തന്ത്രത്തിലൂന്നിയാണ് പാകിസ്ഥാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. പക്ഷെ ആ പുറപ്പെടൽ ലക്ഷ്യത്തിലെത്തില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാന് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. ഏത് യുദ്ധമുണ്ടായാലും പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം നഷ്ടമുണ്ടാവും. പക്ഷേ തമ്മിൽ നോക്കുമ്പോൾ പാകിസ്ഥാന് ഇന്ത്യയുമായി കൊമ്പ് കോർക്കാനുള്ള ശക്തിയോ ആൾശേഷിയോ സാമ്പത്തികമോ അതുപോലെ തന്നെ ആയുധപരമായിട്ടുള്ള മുന്നേറ്റവും ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാർവദേശീയമായും പിന്തുണ ഇന്നത്തെ നിലയിൽ പാകിസ്ഥാന് ഒരു രാജ്യത്തു നിന്നും ലഭിച്ചിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ ഈ കച്ചവടത്തിൽ പാകിസ്ഥാന് വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്.